നമസ്കാരം. കുട്ടനാട് കണ്ണകിയുടെ ആട്ടവിളക്കിൻ്റെ ഒരു പുതിയ ദൃശ്യാവിഷ്കാരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. തുടങ്ങിയതേ ഉള്ളൂ, കുറേ പണിയുണ്ട്. ഇത് പുറമേ നമുക്ക് വേദികളിൽ കാണാം. എന്തായാലും ഞാനിപ്പം ചെയ്തു തുടങ്ങിയേ ഉള്ളൂ. അടുത്ത പ്രോഗ്രാം പോലെ ഈ ദൃശ്യാവിഷ്കാരം ചെയ്യണം. അപ്പോൾ എടുത്ത് പറയുകയാണ്, ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതമാർഗമാണ്. അപ്പോൾ കുട്ടനാട് കണ്ടതിനെ നിങ്ങളുടെ വേദികളിലേക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ചെറുക്കായി ഇത് കുട്ടനാട് കണ്ണകി കഴിഞ്ഞ വർഷം ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ അങ്ങേ വർഷം വരെ ചെയ്തുകൊണ്ടിരുന്ന ദൃശ്യാവിഷ്കാരമാണ്. ഒരു കോഴിയുടേതായിരുന്നു. ഇതെനിക്ക് അന്ന് ശരിയാക്കി തന്നത് പറവൂരുള്ള എൻ്റെ പ്രിയ സുഹൃത്തായ അരുണായിരുന്നു. അരുണിങ്ങനെ ഒരുപാട് സൗദികൾക്കെല്ലാം ഇതിൻ്റെ പ്രോപ്പർട്ടി ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷം വീണ്ടും തെയ്യം, വട്ടമുടി അങ്ങനെയുള്ള വരാഹങ്ങളൊക്കെ തന്നെ ചെയ്യാൻ അച്ഛൻ പഠിപ്പിച്ചതൊക്കെ കണ്ട് തന്നെ ചെയ്യുകയാണ്. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ പുതിയ ബാക്കിയുള്ള വർക്കുകളൊക്കെ പതുക്കെ ഞാൻ അങ്ങോട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ എണ്ണ കാച്ചിട്ടാണ് ഇതിനെ വളയ്ക്കേണ്ടത്. ഇതിന് ശേഷം വെണ്ണക്കുറവായിട്ട് നമുക്ക് വളച്ചെടുക്കാം. തെയ്യത്തിനെന്താരേ തെയ്യത്തിനെന്താരേ ദിനന്തേ താനതിനെന്താരേ നമുക്ക് തെയ്യത്തിനെന്താരേ ഇതിപ്പം ഇത് ഫിനിഷ് ചെയ്യുമ്പം ഇതിൽ ഓരോരോ വർക്ക് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ പ്രേക്ഷകരെ ഇത് കാണിച്ചു തരാം. തുടങ്ങാം. ചെയ്യുവാണ്. കാരണം ഇത് ഒരു വട്ടമുടിയല്ല, വട്ടമുടിയുടെ തന്നെ വേറൊരിതാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പേര് ഞാൻ ചെയ്ത് കഴിയുമ്പം പറയാം. അതിൻ്റെ പേര് നമ്മളല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ നീ ഓരോരുത്തർ തലയ്ക്ക് നമ്മൾ ചെയ്യുന്ന വ്യക്തിയുടെ തലയ്ക്ക് കറക്റ്റ് ആകുമെന്ന് അറിയത്തില്ല. അല്ല, അപ്പോൾ തോർത്ത് വെച്ച് തല കിട്ടും. തോർത്ത് വെച്ച് തല ടൈറ്റ് അടിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് കൂടെ വെക്കുന്ന വെച്ചാൽ ബലത്തിനാണ്. ശരി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഫിനിഷിങ് വർക്ക്, അടുത്ത വർക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത വർക്കുണ്ട്. അടുത്ത സെക്ഷൻ ആകുമ്പോൾ അടുത്ത ഇതിലേക്ക് വരാം. ഓക്കെ.